വീണ്ടും ഐസൻ ജോസിലേക്ക്. ഐസൻ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രയേൽ ഇറാൻ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുകയായിരുന്നു. ഇസ്രയേലിനും പോർലേറ്റു, പക്ഷെ അപ്പോഴൊക്കെ അവർ കൂടുതൽ കരുത്തോടെ തിരിച്ചടിച്ചു. ആ സംഘർഷത്തിന് അല്ലെങ്കിൽ ആ യുദ്ധത്തിന് താൽക്കാലികമായൊരു സൈനിങ് ഓഫ്, ഞങ്ങളിത് അവസാനിപ്പിക്കുന്നു എന്ന് പറയാൻ ശ്രമിക്കുകയാണോ ഡൊണാൾഡ് ട്രംപ്? തീർച്ചയായും കൃഷ്ണരാജ്, ഞങ്ങളിത് അവസാനിപ്പിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ നമുക്കിപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിസംബോധനയെ നമുക്ക് പരിഗണനയിലെടുത്താൽ അല്ലെങ്കിൽ കണക്കിലെടുത്താൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്, തീർച്ചയായും നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൻതോതിലുള്ള ഒരു ആക്രമണം നടത്തിയതിന് ശേഷം ഉള്ള ഒരു മറുപടി എന്ന ആത്മഹത്യ വിശ്വാസത്തിനപ്പുറം അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില വാക്യങ്ങളുണ്ട്, ചില വാക്കുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒന്നുകിൽ സമാധാനം അല്ലെങ്കിൽ സർവനാശം എന്ന നിലപാട്. അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന സമാധാനം എന്ന് പറയുന്നത് ഒരു വ്യവസ്ഥാപിത സംവിധാനങ്ങൾ, ഇത്തരത്തിലുള്ള ഇസ്ലാമിക് റെജിം അല്ലാത്ത രീതിയിലുള്ളൊരു സംവിധാനത്തെ, ജനാധിപത്യ സംവിധാനത്തെ പുനഃസ്ഥാപിക്കുക എന്നൊരു ലക്ഷ്യം തന്നെയാണ് അമേരിക്കയ്ക്ക് പണ്ടേ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒന്നുകിൽ സമാധാനം അല്ലെങ്കിൽ സർവനാശം എന്ന ഒരു മുന്നറിയിപ്പിൽ നിന്നും നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇറാൻ്റെ ഈ സ്വഭാവവുമായുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു നിലപാടുമായുള്ള മുന്നോട്ട് പോക്ക് ഇനി സാധ്യമല്ല എന്ന് ഏതാണ്ട് കൃത്യമായി തന്നെ അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു തിരിച്ചടി അല്ലെങ്കിൽ അതിനുള്ള ഒരു ശക്തമായ ആക്രമണം നടത്തി അവരുടെ ആണവ കേന്ദ്രങ്ങൾ തകർത്തിരിക്കുന്നു. അത്തരത്തിലുള്ള നടപടികളെല്ലാം തന്നെ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ആക്രമണം പൂർണ്ണമായും നടത്തുകയും ചെയ്തതിന് ശേഷമാണ് ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലേക്ക്, ഇത്തരത്തിലുള്ളൊരു അവസ്ഥയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊരു മുന്നറിയിപ്പ് എന്നതിനപ്പുറം ഇനി ഇറാൻ വേണ്ടതില്ല, ഈ ഭൂമുഖത്ത് ഇറാൻ്റെ സ്വഭാവത്തിൽ, ഇറാൻ്റെ ഈ ആക്രമണോത്സുക സ്വഭാവത്തിൽ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രം വേണ്ടതില്ല എന്ന ഒരു നിലപാട് തന്നെയാണ്. സ്വാഭാവികമായും അവിടെ ഒരു മാറ്റം ഉണ്ടാക്കേണ്ട ഒരു സാധ്യതയുണ്ട്. ആ സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നതെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു സുപ്രധാന ഘടകം എടുത്തു പറയേണ്ടത്, കാലങ്ങളായി ട്രംപ് പറയുന്നൊരു പ്രശ്നമുണ്ട്. ഹൂതി ഭീകരർ അതുപോലുള്ള ഭീകര സ്വഭാവമുള്ള സംഘടനകളെല്ലാം തന്നെ ചേർന്ന് ഈ ആക്രമണം നടത്തുകയും ചെങ്കടലിൽ ഈ എണ്ണ കടത്ത് അതുപോലെ തന്നെ കപ്പൽ ഗതാഗതത്തെ പ്രതിരോധിക്കുന്ന ഒരു, അല്ലെങ്കിൽ അതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം, മറ്റു ചാനലുകളിലൂടെ കപ്പലുകൾ പോകുന്ന സാഹചര്യം, ഇതൊക്കെ വലിയ ബാധ്യതകൾ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ബാധ്യതകളെ ഇല്ലാതാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ്. പ്രധാനമായും എടുത്തു പറയേണ്ടത്, ഇറാനെ ആക്രമിച്ചു എന്നതിനപ്പുറം ഇറാൻ്റെ ഒരു ശാശ്വത സമാധാനം, ഇറാൻ്റെ ഒരു സമാധാന അന്തരീക്ഷത്തിലുള്ള ഒരു രാജ്യത്തെ സൃഷ്ടിക്കുക എന്നതിനപ്പുറം ഈ ഭീകര സ്വഭാവമുള്ള സംഘടനകളെ കൂടി നിയന്ത്രിക്കുക എന്ന ലക്ഷ്യമാണ്. എന്താണോ ഭീകര സ്വഭാവമുള്ള സംഘടനകൾ മുന്നോട്ട് വെച്ചിരുന്നത് അല്ലെങ്കിൽ അവരുടെ ആത്മധൈര്യമായി നിലനിന്നിരുന്നത്, അത് ഇറാൻ ഒരു ആണവ രാജ്യമാണ് എന്ന ഒരു വസ്തുതയാണ്. ആ ആണവ രാജ്യമാണ് അല്ലെങ്കിൽ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ശേഷിയുണ്ട് എന്നുള്ളൊരു ധാരണ തന്നെയാണ്. ആ ധാരണയാണ് ഇപ്പോൾ ട്രംപ് തകർത്തിരിക്കുന്നത്. തീർച്ചയായും അതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇറാൻ്റെ അഹങ്കാരത്തെ അല്ലെങ്കിൽ ഇറാൻ്റെ അനിയന്ത്രിതമായ രീതിയിലുള്ള ഇത്തരത്തിലുള്ള ആക്രമണോത്സുകമായ സ്വഭാവത്തെ പൂർണ്ണമായും നിയന്ത്രിക്കുന്നു. നേരത്തെ മോഹൻ സാർ ഉൾപ്പെടെ പറഞ്ഞതുപോലെ ഈ ക്ലസ്റ്റർ ബോംബുകൾ ഉൾപ്പെടെ പ്രയോഗിച്ച് അന്താരാഷ്ട്ര ധാരണകളെയെല്ലാം ലംഘിക്കാനുള്ള ഒരു നിലപാടിലേക്ക് ഇറാൻ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത്തരത്തിലുള്ള നിലപാടുകളെയൊക്കെ ശക്തമായി എതിർക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ആക്രമിച്ച് അത് ഇല്ലാതാക്കുകയും ചെയ്യുന്നു. പശ്ചിമേഷ്യയിലെ സമാധാനം അതാണ് ലക്ഷ്യം വയ്ക്കുന്നത്. സമാധാനമുള്ള പശ്ചിമേഷ്യ, അതുപോലെ തന്നെ ഇസ്രായേലിനെയും പശ്ചിമേഷ്യയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന രീതിയിലുള്ള വാക്കുകളിൽ നിന്നെല്ലാം തന്നെ വായിച്ചെടുക്കാൻ സാധിക്കുന്നത് ഒരു സമാധാനം പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യമാണ്. അതിനുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ഈ ആക്രമണമെന്ന ഒരു സൂചന തന്നെയാണ് ഈ ആക്രമണത്തിലുള്ളതും. കൃഷ്ണരാജ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇനി ഈ ഖമേനിയുടെ ഭാവി എന്താണ്? ഇതൊക്കെ അദ്ദേഹം മുൻകൂട്ടി അറിഞ്ഞിരുന്നു എന്നൊരു ചോദ്യമില്ലേ? കാരണം പിൻഗാമികളെ പ്രഖ്യാപിക്കാനിരിക്കുന്നു, അതിനുവേണ്ടി ഒരു പട്ടിക തയ്യാറാക്കുന്നു, അതിൽ നിന്ന് മകനെ മാറ്റി നിർത്തുന്നു എന്ന വാർത്ത വരുന്നു. അപ്പോൾ ഖമേനിയുടെ ഭാവി എന്താണ്? ഖമേനിയുടെ ഭാവി തീർച്ചയായും ഇരുളടങ്ങിയതാകാൻ സാധ്യതയുണ്ട്. കാരണം ഖൊമേനി ഒരു ഹോട്ട് ടാർഗറ്റാണ്. ഒരു ഹോട്ട് ടാർഗറ്റ് എന്നല്ല, അൾട്ടിമേറ്റ് ടാർഗറ്റ് ഈസ് സർട്ടൻലി അലി ഖൊമേനി. അത് തീർച്ചയായും ഇസ്രയേലിൻ്റെ മാത്രം ടാർഗറ്റല്ല, അമേരിക്കയുടെയും ടാർഗറ്റാണ്. അമേരിക്ക ഇപ്പോൾ അത് പറയുന്നില്ല എങ്കിലും നിരുപാധികം കീഴടങ്ങണം എന്ന് തന്നെയാണ് അമേരിക്ക പറയുന്നത്. അപ്പം ഖൊമേനിയാണ് അതിൻ്റെ, ഇപ്പോൾ കഴിഞ്ഞ 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം അയത്തുള്ളമാർ മാത്രം, 2 അയത്തുള്ളമാരാണ് ഉണ്ടായത്, അയത്തുള്ള ഖൊമേനിയും അയത്തുള്ള അലി ഖൊമേനിയും. ഈ അലി ഖൊമേനിയുടെ ഒരു കാലഘട്ടം
പൂർണ്ണമായും കൺസോളിഡേഷൻ്റെ കാലഘട്ടമാണ്. ഇറാൻ്റെ എല്ലാ രംഗത്തേക്കും, മിലിറ്ററി രംഗത്ത്, അക്കാദമിക രംഗത്ത്, അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത്, സാമൂഹ്യ രംഗത്ത് എല്ലാം തന്നെ ഡീപ്ലി എൻട്രഞ്ച്ഡ് ആണ് ഖൊമേനിയുടെ ഒരു പേഴ്സണൽ സ്പിയർ അല്ലെങ്കിൽ പേഴ്സണൽ സ്പിയർ ഓഫ് ഇൻഫ്ലുവൻസ്. അതോടൊപ്പം തന്നെ ഷിയ ലോകത്തിൻ്റെ അനിഷേധ്യ ഒരു ആത്മീയ ആചാര്യൻ കൂടിയാണ് ആയത്തുള്ള അലി ഖൊമേനി. അതുകൊണ്ട് ഖൊമേനി എന്ന ആ ഒരു സങ്കല്പം ഇതൊരു വ്യക്തി മാത്രമല്ല, ഖൊമേനി നേതൃത്വം നൽകുന്ന ഒരു സംവിധാനമാണ്. ആ സംവിധാനം മൾട്ടി ലെയർഡാണ്. അതുകൊണ്ടാണ് ഏറ്റവും ടോപ്പ് ലെയർ എലിമിനേറ്റ് ചെയ്താൽ പോലും അടുത്ത ലെയറുകൾ തയ്യാറാക്കി വച്ചിരിക്കുകയാണ്. തനിക്ക് ശേഷം താൻ ഒരുപക്ഷെ മാറി നിൽക്കേണ്ടി വന്നാൽ, നിഷ്കാസിതനായാൽ, അല്ലെങ്കിൽ തനിക്ക് ജീവഹാനി സംഭവിച്ചാൽ ടേക്ക് ഓവർ ചെയ്യേണ്ടതിൻ്റെ ഒരു ലിസ്റ്റ് കഴിഞ്ഞ ദിവസം ഖൊമേനി തന്നെ പുറത്തുവിടുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് വാട്ട് നെക്സ്റ്റ് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. അതുമാത്രമല്ല, ഇറാൻ്റെ സൈനിക നേതൃത്വത്തിലെ റെവല്യൂഷണറി ഗാർഡിലെയും മറ്റ് സൈനിക വിഭാഗങ്ങളുടെ എല്ലാം ടോപ്പ് ലീഡർഷിപ്പ് എലിമിനേറ്റഡ് ആയി എന്നോർക്കണം. കഴിഞ്ഞ 10 ദിവസം മുമ്പത്തെ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം പോലും ഒരു ഉന്നത IRGC ഒഫീഷ്യലിൻ്റെ മരണം രേഖപ്പെടുത്തപ്പെട്ടു. ഇനിയും ഏറെ അസാസിനേഷൻ ഉണ്ടാകും എന്നതും ഉറപ്പാണ്. അപ്പോൾ എല്ലാ അസാസിനേഷൻ ശേഷവും ഒരു റീപ്ലേസ്മെൻറ്റ് എന്നതാണ് ഇറാൻ്റെ സ്ട്രാറ്റജി. അപ്പോൾ അവസാന നിമിഷം വരെ പൊരുതി നിൽക്കാം എന്ന ഒരു ആത്മവിശ്വാസം, അവസാനം വരെ പൊരുതി നിൽക്കുമ്പോൾ സ്വാഭാവികമായി ഏതെങ്കിലും അപ്രതീക്ഷിതമായ കേന്ദ്രങ്ങളിൽ നിന്നും അനുകൂലമായ ഒരു പ്രതികരണമുണ്ടാകും. അങ്ങനെ ദേ വിൽ ബി ബെയിൽഡ് ഔട്ട് എന്ന ഒരു പ്രതീക്ഷയാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഹോപ്പിംഗ് എഗൻസ്റ്റ് ഹോപ്പ് എന്നതാണ് ഇറാൻ്റെ ഇപ്പോഴത്തെ നിലപാട്. പക്ഷേ പഴുതുകളെല്ലാം അടച്ചുകൊണ്ട്, എല്ലാ സാധ്യതകളും ഒഴിവാക്കിക്കൊണ്ട് സമാധാനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഒരു തരം ഭരണകൂടം നിലനിൽക്കുന്നിടത്തോളം കാലം നാളുകളിലും, ഇപ്പോഴൊരു ആണവ കരാറിൽ ഏർപ്പെട്ടാൽ പോലും നാളുകളിലും ആണവ ഭീഷണി ഡെമോക്രസിൻ്റെ വാള് പോലെ ലോകത്തിന് മുകളിൽ തൂങ്ങി നിൽക്കും എന്നതാണ് അമേരിക്കയുടെ ഒരു ചിന്താഗതി. അതുകൊണ്ടാണ് റെജീം ചേഞ്ച് എന്നത് തീർച്ചയായും ആക്റ്റീവ് അജണ്ടയിൽ തന്നെ ഉണ്ട്. പക്ഷേ റെജീം ചേഞ്ച്, കൃഷ്ണരാജ് സൂചിപ്പിച്ചത്, എന്ത് ചെയ്യാൻ സാധിക്കും ഖൊമേനിക്ക്? ഖൊമേനി മേ ഗോ അണ്ടർഗ്രൗണ്ട്, പക്ഷേ അത് വലിയൊരു ഒരു ബിൽഡപ്പിലേക്ക് നയിക്കുകയും കരയുദ്ധത്തിലേക്ക് അമേരിക്കയെ പ്രേരിപ്പിക്കുകയും ചെയ്താൽ സിറ്റുവേഷൻ ബിക്കംസ് മോർ കോംപ്ലക്സ്. കാരണം നാളിതുവരെ അലക്സാണ്ടറുടെ സൈന്യങ്ങൾ കയറി ഇറങ്ങിപ്പോയി. ഒരു 2500 വർഷം മുൻപ് ഇറാനിൽ കയറി ഇറങ്ങി തിരിച്ചു പോയി എന്നുള്ളതല്ലാതെ കാര്യമായ ഡാമേജുകൾ ഉണ്ടായിട്ടില്ല. പൂർണ്ണമായി ഇറാൻ എന്ന പഴയ പേർഷ്യൻ സാമ്രാജ്യത്തെ പൂർണ്ണമായി കീഴടക്കി മറ്റൊരു ഭരണകൂടത്തിൽ ആക്കാൻ നാളിതുവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഏതെല്ലാം രാജ്യങ്ങൾ ഇറാൻ എന്ന പേർഷ്യൻ ആ ഒരു സാമ്രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, ഭാഗികമായി സാധിച്ചിട്ടുണ്ട്, പൂർണ്ണമായി കീഴടക്കി വെക്കാൻ സാധിച്ചിട്ടില്ല. ഇതാണ് ചരിത്രപരമായ ഇറാൻ്റെ ഒരു ബലം. അതുമാത്രമല്ല, ഭൂമിശാസ്ത്രപരമായും വൈവിധ്യങ്ങളുള്ള ഒരു നാടാണ് ഇറാൻ. വലിപ്പം കൊണ്ട് 2 കടലുകൾ, കാസ്പിയൻ കടലും പേർഷ്യൻ ഉൾക്കടലും, ഇതെല്ലാം മറികടന്നുകൊണ്ട് കരയുദ്ധത്തിലേക്ക് അമേരിക്കൻ മറീനുകൾ, അതുപോലെ ഇസ്രായേലിൻ്റെ കമാൻഡോകൾ ഒക്കെ പ്രവേശിച്ചാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പാകിസ്ഥാനോട് കഴിഞ്ഞ ദിവസം ചെറിയ രീതിയിൽ സന്ധി ചെയ്ത് അസിം മുനീറിനെ വിളിച്ച് ഉച്ചയൂണൊരുക്കുന്ന ട്രംപിനെ നമ്മൾ കണ്ടു. അതിനർത്ഥം എന്താണ്? ഒരുപക്ഷെ അമേരിക്ക പാകിസ്ഥാൻ വഴിയുള്ളൊരു സൈനിക നീക്കം കൂടി പ്രതീക്ഷിക്കുന്നുണ്ടാവണം. കാരണം എല്ലാ സാധ്യതകളും ഓപ്പണായി ഇടുകയാണ്. ഒരു ആത്യന്തികമായി കരയുദ്ധമാണ് ആവശ്യമായി വരുന്നതെങ്കിൽ അതിലേക്ക് നീങ്ങത്തക്ക രീതിയിലും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു തിരക്കിലാണ് അമേരിക്ക. അതുകൊണ്ട് എൻഡ് ഗെയിം റെട്ടറിക് ഇപ്പോൾ വളരെ സജീവമാകുന്നു. ഇത് അവസാനിപ്പിച്ചേ മതിയാകൂ, സമാധാനം ഉണ്ടായെങ്കിലേ മതിയാകൂ. അതിന് ബലപ്രയോഗം മാത്രമേ വഴിയുള്ളൂ. ഇപ്പോൾ വ്യോമ ബലപ്രയോഗം, ഇനി വേണ്ടി വന്നാൽ കരവഴിയുള്ള ബലപ്രയോഗം. അതിലേക്കാണോ നീങ്ങുന്നത്? അതാണിപ്പോൾ ലോകത്തിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം. യെസ്, ഡോക്ടർ മോഹൻ വർഗീസാണ് പ്രതികരിച്ചത്.